പാകിസ്ഥാനിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. കരസേനയുടെ പടിഞ്ഞാറൻ കമാൻഡാണ് അതിർത്തിയിലെ പാക് സൈനിക കേന്ദ്രങ്ങളും സൈനിക പോസ്റ്റുകളും തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. നീതി നടപ്പാക്കിയെന്ന അടിക്കുറിപ്പോടെയാണ് എക്സിൽ ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ഇന്നലെ വെസ്റ്റേൺ കമാൻഡിന്റെ കമാൻഡർ അതിർത്തി പ്രദേശങ്ങളെല്ലാം സന്ദർശിച്ച് സൈനികരുമായി സംസാരിച്ചിരുന്നു. ആ മേഖലയിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് സൈനികർക്ക് നിർദ്ദേശവും നൽകിയാണ് അദ്ദേഹം മടങ്ങിയത്. കഴിഞ്ഞ 9-ാം തീയതി മുതൽ നടത്തിയ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളെന്ന പേരിലാണ് ഇവ പങ്കുവച്ചിരിക്കുന്നത്. പാകിസ്ഥാന് മറക്കാൻ കഴിയാത്ത കനത്ത തിരിച്ചടി നൽകിയെന്നും ശത്രുക്കൾക്ക് കൃത്യമായ മറുപടി നൽകുകയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലക്ഷ്യമെന്നും ആ വീഡിയോയിൽ പറയുന്നുണ്ട്. കരസേനയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് വഴിയാണ് ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ജസ്റ്റിസ് സർ, അതായത് നീതി നടപ്പാക്കി എന്ന തലക്കെട്ടോട് കൂടിയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ പാകിസ്ഥാനെതിരായ ഇന്ത്യൻ സൈനിക നടപടികളുടെ വ്യാപ്തിയും കൃത്യതയും വ്യക്തമായി കാണിക്കുന്നവയാണ്. ഈ ദൃശ്യങ്ങൾ പ്രധാനമായും അടുത്തിടെയുണ്ടായ സംഘർഷങ്ങളിലൂടെയും ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന സൈനിക നടപടിയുടെയും ഭാഗമായുള്ളതാണ്. ജമ്മു കശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് മറുപടിയായും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള തുടർച്ചയായ പ്രകോപനങ്ങൾക്കുള്ള ശക്തമായ ഒരു തിരിച്ചടിയും ആയിട്ടാണ് ഇന്ത്യ സൈനിക നടപടികൾ നടത്തിയത്. വീഡിയോകളിൽ കൃത്യമായ ലക്ഷ്യങ്ങളിലേക്ക് ഇന്ത്യൻ സൈന്യം നടത്തിയ ഷെല്ലാക്രമണങ്ങളുടെയും വെടിവെപ്പുകളുടെയും ഫലമായി പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകളും ബങ്കറുകളും പൂർണ്ണമായി നശിപ്പിക്കപ്പെടുന്നതും കാണാവുന്നതാണ്. ഇന്ത്യൻ സേനയുടെ ആധുനിക ആയുധങ്ങളുടെ പ്രഹരശേഷിയും ലക്ഷ്യം പിഴക്കാതെയുള്ള പ്രവർത്തനങ്ങളും ഈ ദൃശ്യങ്ങൾ അടിവരയിട്ട് പറയുന്നുണ്ട്. പാകിസ്ഥാന് ഒരു കാലത്തും മറക്കാൻ കഴിയാത്ത രീതിയിലുള്ള കനത്ത തിരിച്ചടിയാണ് നൽകിയതെന്നും ശത്രുക്കൾക്ക് കൃത്യമായ മറുപടി നൽകി അവരുടെ ഭീകരവാദ ശ്രമങ്ങളെ തകർക്കുക എന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെയും അതിർത്തിയിലെ സൈനിക നടപടികളുടെയും പ്രധാന ലക്ഷ്യമെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും ചോദ്യം ചെയ്യുന്നവർക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നതാണ് ഈ ദൃശ്യങ്ങൾ. പാക് കേന്ദ്രങ്ങൾ തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കരസേന മുമ്പും പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇത്രയും കൃത്യതയും വ്യക്തതയുമുള്ള ആക്രമണ ദൃശ്യങ്ങൾ സേന പുറത്തുവിടുന്നത് ഇതാദ്യമാണ്. ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നത് ഏത് ശക്തിയാണെങ്കിലും അതിനെതിരെ മുന്നും പിന്നും നോക്കാതെ ആഞ്ഞടിക്കുമെന്ന് ഒരിക്കൽ കൂടെ ഉറപ്പിച്ച് പറയുകയാണ് നമ്മുടെ രാജ്യം. സൈനികപരമായാലും സാമ്പത്തികപരമായാലും നയതന്ത്രപരമായാലും തിരിച്ചടികൾ ഉണ്ടാകും. അത് ഏറ്റവും കൂടുതൽ വാങ്ങിയിട്ടുള്ളത് പാകിസ്ഥാൻ തന്നെയാണ്. ആ ലിസ്റ്റിലേക്ക് പുതുതായി എത്തിയവരാണ് തുർക്കിയും അസർബൈജാനും ബംഗ്ലാദേശും ഒക്കെ. എന്നാൽ വ്യാപാര ആവശ്യങ്ങൾക്ക് പോലും ഇനി ഒരു ഇന്ത്യക്കാരനും ഈ രാജ്യങ്ങളെ പിന്തുണയ്ക്കില്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി വന്ന റിപ്പോർട്ടുകൾ നൽകുന്ന സൂചനകൾ. പാകിസ്ഥാന് പുറമെ കൂട്ടത്തിൽ പണി കിട്ടിയത് ബംഗ്ലാദേശിനാണ്. റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ, സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിങ്ങനെ തുറമുഖങ്ങൾ വഴിയുള്ള ഇറക്കുമതിക്ക് കിട്ടിയ പണിക്ക് പുറമെ മേഘാലയ അസം ദേശീയപാതയുടെ നിർമ്മാണത്തിന് അനുമതി നൽകിയാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ തലവനായ മുഹമ്മദ് യൂനുസിന്റെ വിടുവായ്ക്ക് ഇന്ത്യ മറുപടി നൽകിയത്. വടക്കു കിഴക്കൻ ഇന്ത്യ കരയാൽ ചുറ്റപ്പെട്ടതാണെന്നും ബംഗ്ലാദേശ് ഈ മുഴുവൻ മേഖലയുടെയും സമുദ്രത്തിന്റെ ഏക സംരക്ഷകൻ ആണെന്നുമുള്ള മുഹമ്മദ് യൂനുസിന്റെ പരാമർശത്തിനുള്ള ഒരു മറുപടിയായാണ് ഈ പദ്ധതിയെ ഉദ്യോഗസ്ഥൻ വിശേഷിപ്പിക്കുന്നത്.